ഒടുവിലാണ് ദൈവം മഹത്വം വെളിപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ദൈവത്തോട് കർത്താവേ എന്നെ മഹത്വപ്പെടുത്താമെന്നല്ല, കർത്താവേ ഈശോ പ്രാർത്ഥിച്ച നിൻ്റെ നാമത്തെ, ഈശോയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് പിതാവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്ത് സംഭവിച്ചാലും അങ്ങനെ പ്രാർത്ഥിക്കാവും. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ്. സ്വർഗസ്ഥനായ പിതാവിനേക്കാൾ പവർഫുള്ളാണത്. എന്താണ്? പിതാവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത് അതാത് ദിവസത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസ്പോണ്ടിങ് ആണ്. ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് തന്നെയാണ്. അഥവാ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്തുതിപ്പൊക്കെ ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ്, യാചനാ പ്രാർത്ഥന എന്നൊക്കെ. അതൊന്നും അല്ല സംഭവം. ദൈവഹിതത്തിന് നമ്മളെ തന്നെ അങ്ങ് സബ്മിസീവ് ആക്കണതാണ്. അതുവഴിയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. അപ്പോൾ അത് ദൈവത്തെ നാമം മഹത്വപ്പെടുത്താൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത് നമ്മൾ സബ്മിസീവായിട്ട് ഉപയോഗിക്കണം. അതതിൻ്റെ അർത്ഥം.